സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയുടെ ദയനീയ പ്രകടനം T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. ഇന്ത്യ ഇതിനോടകം കളിച്ച 2 മത്സരങ്ങളിലും ബാറ്റിങ്ങിലോ ബോളിങ്ങിലോ അദ്ദേഹത്തിന് യാതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും സാധിച്ചില്ല. വെറും ഫീൽഡിങ്ങിന്റെ പേരിൽ മാത്രം ജഡുവിനെ കളിപ്പിക്കണമെന്ന ചോദ്യവും ഉയരുകയാണ്. ടൂർണമെന്റിൽ 2 മത്സരങ്ങളിൽ നിന്ന് ഒന്നിലാണ് ജഡേജയ്ക്ക് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചത്. ഇതിലാകട്ടെ ഗോൾഡൻ ഡക്കായി മടങ്ങുകയും ചെയ്തു. അയർലൻഡുമായുള്ള ആദ്യ മത്സരത്തിൽ താരം ബാറ്റ് ചെയ്തില്ല. ചിരവൈരികളായ പാകിസ്ഥാനെതിരെ ക്രീസിലെത്തി ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് സമ്മാനിച്ച് അദ്ദേഹം ക്രീസ് വിടുകയായിരുന്നു. ബൗളിംഗ് അടുത്താൽ 2 ഇന്നിങ്സുകളായി 3 ഓവറിൽ ജഡേജ ബോൾ ചെയ്തു. 17 റൺസ് മാത്രം വിട്ടുകൊടുത്ത അദ്ദേഹത്തിന് ഒരു വിക്കറ്റ് പോലും നേടാനായില്ല. T20 ഫോർമാറ്റിൽ ജഡേജയുടെ സ്ട്രൈക്ക് റേറ്റിൽ വലിയ ഇടിവ് സംഭവിച്ചു. അത്തരം വർഷങ്ങളാണ് കടന്നുപോയത്. ദേശീയ ടീമിനൊപ്പം മാത്രമല്ല IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം നമ്മൾ ഇത് പുറത്ത് കണ്ടിരുന്നു. പഴയതുപോലെ വലിയ ഷോട്ടുകൾ കളിക്കാൻ ജഡുവിന് ഇപ്പോൾ സാധിക്കുന്നില്ല. പക്ഷേ കൂടുതൽ പേരും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്ന ശൈലിയാണ് ഇപ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്നത്. പക്ഷേ ലോ ഓർഡർ ബാറ്റർ ആയതിനാൽ T20യിൽ ഇങ്ങനെ ഒരാളെ ടീമിന് ആവശ്യമില്ല. ആദ്യ പന്ത് മുതൽ ആഞ്ഞടിക്കാനും അതിവേഗത്തിൽ സ്കോർ ചെയ്യാനും കഴിയുന്ന ആളെയാണ് ടീമിന് വേണ്ടത്. ജഡേജയാകട്ടെ ഇപ്പോൾ ഒട്ടും അതിന് യോജിക്കുന്ന ആളുമല്ല. സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറുടെ സ്ഥാനത്തിന് വേണ്ടി ജഡുവിനെയും അക്ഷർ പട്ടേലും തമ്മിലാണ് മത്സരമുള്ളത്. എന്നാൽ T20യിൽ ഇപ്പോൾ ജഡുവിനേക്കാൾ ഏറെ മുന്നിലേക്ക് അക്ഷർ പട്ടേൽ വന്നു കഴിഞ്ഞു. ബാറ്റിങ്ങിൽ ഏത് പൊസിഷനിലേക്കും ഇറങ്ങി കളിക്കാൻ സാധിക്കുന്ന താരമാണ് അക്ഷർ. ജഡേജയെ പോലെ ഇടങ്കൈ ബാറ്ററും ബൗളറും കൂടിയാണ് അക്ഷർ. സമാനമായ 2 താരങ്ങളെ ഒരു പ്ലേയിങ്ങിൽ ആവശ്യമുണ്ടോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. അക്ഷറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് പ്ലസ് പോയിന്റ് ഉള്ളത് അനുഭവ സമ്പത്ത് മാത്രമാണ്. വലിയ സമ്മർദ്ദമുള്ള മത്സരങ്ങളിൽ അദ്ദേഹത്തിന് ഇത് ഗുണം ചെയ്തേക്കും. നേരത്തെ പലതവണ ജഡു ഇത്തരം സാഹചര്യങ്ങളിൽ IPL അടക്കം മികവ് പുറത്തെടുത്തിട്ടുണ്ട്. ജഡേജയ്ക്ക് പകരം ലോകകപ്പിലേക്ക് ഇനിയുള്ള മത്സരങ്ങളിൽ റിസ്റ്റ് സ്പിന്നറായ കുൽദീപ് യാദവിനെ പ്ലേയിങ് 11ലേക്ക് പരിഗണിക്കണമെന്നാണ് പലതരത്തിലുള്ള സജഷനുകൾ ഉയരുന്നത്. ഏത് തരത്തിലുള്ള പിച്ചുകളിൽ ബോൾ കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കുന്ന താരമാണ് കുൽദീപ്. അതുകൊണ്ട് അത്തരം താരത്തെ മത്സരത്തിന്റെ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ജഡേജയെ ഒഴിവാക്കി പകരം കുൽദീപിനെ കൊണ്ടുവരുമ്പോൾ ബാറ്റിങ്ങിന് ആഴം കുറയുമോ എന്ന ആശങ്കയുമുണ്ട്. അക്ഷറിന് ശേഷം 8ാം നമ്പറിൽ കുൽദീപ് ആയിരിക്കും ബാറ്റിങ്ങിന് എത്തുക. പക്ഷേ ഇന്ത്യൻ ടീം ഇപ്പോൾ ഈ റിസ്ക് എടുത്തേക്കില്ല. കാരണം ജഡുവിനേക്കാൾ കളിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുക കുൽദീപിന് തന്നെയായിരിക്കും. എന്നിരുന്നാലും വരും മത്സരങ്ങളിൽ ഇന്ത്യയുടെ മത്സരങ്ങളുടെ ഗതി അനുസരിച്ചായിരിക്കും ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാവുക.